അടുത്ത ചോദ്യം. See the next question. Question number 22. Standard entropy of x2, y2 and xy5 are 70, 50 and 110 joules per Kelvin per mole respectively. The temperature in Kelvin at which the reaction will be at equilibrium. ഏത് ടെമ്പറേച്ചറാണ് ഇക്വിലിബ്രിയത്തിൽ എത്തുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ മക്കൾ ഇക്വിലിബ്രിയം ടെമ്പറേച്ചർ ആണ് കാൽക്കുലേറ്റ് ചെയ്തത്. ടെമ്പറേച്ചർ ഇക്വിലിബ്രിയം ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് ബൈ ഡെൽറ്റ എസ് ആണെന്ന് അറിയാം. ഡെൽറ്റ എച്ച് -35 കിലോ ജൂൾ ആണ്, ഡെൽറ്റ എസ് ആണ് ഇല്ലാത്തത്. അപ്പൊ ഈ റിയാക്ഷൻ ഡെൽറ്റ എസ് എങ്ങനെയാ കാണുക? ഡെൽറ്റ എസ് ഓഫ് ദ റിയാക്ഷൻ സം ഓഫ് എൻട്രോപ്പി ഓഫ് പ്രൊഡക്റ്റ് മൈനസ് സം ഓഫ് എൻട്രോപ്പി ഓഫ് റിയാക്ടൻസ് ആണ്. അതായത് മക്കളെ സം ഓഫ് എൻട്രോപ്പി ഓഫ് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ XY5ന്റെ എൻട്രോപ്പി എത്രയാ? 110. കറക്റ്റ് അല്ലേ? ഇറ്റ് ഇസ് 110 മൈനസ് സം ഓഫ് എൻട്രോപ്പി ഓഫ് റിയാക്ടൻസ് എത്രയാ? ഹാഫ് ഇൻറ്റു X2ന്റെ എൻട്രോപ്പി 70 പ്ലസ് ഹാഫ് 5/2 ആണല്ലേ, ഹാഫ് അല്ല 5/2 ആണ്, പ്ലസ് 5/2 ഇൻറ്റു Y2ന്റെ എൻട്രോപ്പി എത്രയാടാ? 50 ആണ്. 50. ദിസ് ഈസ് ഈക്വൽ ടു 110 മൈനസ് 110 മൈനസ് ഹാഫ് ഇൻറ്റു 70 ഇസ് 35. ശരിയല്ലേ? മൈനസ്, കാരണം മൈനസും ഈ മൈനസും ഈ പ്ലസും ചേരുമ്പോൾ മൈനസ് തന്നെയാണ് വരിക അല്ലേ. മൈനസ് 5/2 25. 5 into 25 is 125. ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എത്രയാ മക്കളെ കിട്ടുക? 110 മൈനസ് 160 ആണ് കിട്ടുക. ആൻഡ് ദാറ്റ് ഈസ് ഡെൽറ്റ എസ് ഓഫ് ദ റിയാക്ഷൻ ഇസ് ഈക്വൽ ടു 50 എന്ന് കിട്ടും. പക്ഷെ ഇത് ജൂൾസ് പെർ കെൽവിൻസ് പെർ മോളിലാണെന്ന് മനസ്സിലാക്കണേ. ഡെൽറ്റ എച്ചിന്റെ വാല്യൂ കിലോ ജൂളിലായിരുന്നു. ദിസ് ഇസ് ഇൻ കിലോ ജൂൾ. അപ്പൊ നമ്മൾ ഡെൽറ്റ എസിന്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? അത് മൈനസ് ആണേ, കാരണം 110 മൈനസ് 160 അല്ലേ, ദിസ് ഇസ് മൈനസ്. സോ മക്കളെ ഡെൽറ്റ എസിന്റെ വാല്യൂ കിലോ ജൂളിലേക്ക് മാറ്റണം, ഇൻറ്റു 10⁻³ കിലോ ജൂൾ. ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് വാല്യൂ ആണ് നമുക്ക് കിട്ടുക. 35/50 എന്ന് പറഞ്ഞാൽ 5 കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. 7 times and 10 times. ശരിയല്ലേ? ആണ്. അപ്പോൾ 7/10⁻², 7 into 10⁻², ഇറ്റ് ഈസ് 700 കെൽവിൻ എന്ന് കിട്ടും. അപ്പോൾ ആൻസർ വരിക 700 എന്നായിരിക്കും. 700.